അനുമോളുടെ അനുമോൾക്ക് അനീഷിന് ഇഷ്ടം, അനീഷ് അനുമോളെ ഇഷ്ടമാന്ന് പറഞ്ഞു. അപ്പൊ അനുമോള് അതിലിടയ്ക്ക് പറഞ്ഞ് ചേട്ടനാന്ന് പറഞ്ഞു. ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പം ഫ്രണ്ടാന്ന് പറഞ്ഞു. ഇനി വേറൊരാൾ ചോദിക്കുമ്പോ അത് മാറ്റി പറയാൻ സാധ്യത. അനുമോൾക്ക് എനിക്കൊരു ഡെഫിനിഷൻ ആണ്, അത് പറയുന്നത് സൃഷ്ടി ഈസ് എ ഡ്രാമ ക്യൂൻ. അവരെന്ത് ഡ്രാമ ഇറക്കും, അവരുടെ ആർട്ടിസ്റ്റ് അല്ലേ, അവരെന്ത് മാറ്റി പറയാം, അത് അവരുടെ ആ കളിയാണത്. അവരത് ഗെയിം മാത്രമേ കണ്ടിട്ടുള്ളൂ. അവർക്ക് ആരോടും പേഴ്സണലിനകത്ത് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അനുമോൾ ഞാൻ ചോദിക്കില്ല. കാരണം അവര് പ്യോർ ഗെയിമാണ് കളിക്കുന്നത്. അവര് ഡ്രാമയാണ് ഗെയിമാക്കി അവരുടെ സ്ട്രാറ്റജി എടുത്തിരിക്കുന്നത്. അവർ അതിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. അവസാനം അവിടുന്ന് കപ്പ് എടുത്ത് ഇറങ്ങുന്നവർ അങ്ങനെ തന്നെ ചെയ്യും. അവർക്ക് കപ്പ് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ 100 ദിവസമായിരിക്കും അവരുടെ ടാർഗറ്റ്. പിന്നെ എന്ത് ചന്ത ഗെയിമും കളിച്ച് അങ്ങനെ അതിനകത്ത് നിൽക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അവർ അങ്ങനെയുള്ളവരെ വിറ്റായി പോകും. ജനങ്ങൾക്ക് അവർക്ക് അങ്ങനെയുള്ള ഔട്ട് കൊടുക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ദാറ്റ്സ് ഇറ്റ്. അനുമോളുടെ പെരുമാറ്റത്തിലല്ലേ, അനുമോളുടെ ആ പെരുമാറ്റത്തിലാണ് അനീഷിന് അങ്ങനെ ഒരു വികാരം തോന്നിയത്. വികാരമില്ലാത്തൊരു ജീവിയാണ് അനീഷ് അവിടുത്തെ. എന്ത് വികാരം കാണിച്ചാലും ഒന്നുമില്ലാത്ത കല്ല് പോലെ ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒരു വികാരം ഉണ്ടായെങ്കിൽ അത് ഗെയിം സ്ട്രാറ്റജി ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ പ്രപ്പോസൽസ്